ഏതൊരു സംസ്കാരവും വികസിക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ്. നമ്മൾ അങ്ങോട്ട് ധാരാളം കൊടുക്കേണ്ടി വരും, അതുപോലെ തിരിച്ച് നമ്മൾ ഒരുപാട് എടുക്കേണ്ടിയും വരും. അങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ധാരാളം രാഗങ്ങൾ നമ്മൾ കർണാടക സംഗീതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ ഒരുപക്ഷെ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സഞ്ചാരമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. കർണാടകത്തിലെ പല രാഗങ്ങളും അങ്ങോട്ടും എടുത്തിട്ടുണ്ട് ഹിന്ദുസ്ഥാനിയിലേക്ക്. അതുപോലെ ഹിന്ദുസ്ഥാനിയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ഒരു രാഗമാണ് ശിവരഞ്ജിനി എന്നു പേരുള്ള രാഗം. വളരെ മനോഹരമായിട്ടുള്ള ഏതൊരു സാധാരണക്കാരനെ പോലും സാധാരണക്കാരനെന്ന് വിശേഷിപ്പിക്കുന്നത് സംഗീതശാസ്ത്രത്തെക്കുറിച്ച് അത്ര അറിവില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഗങ്ങളും ഒരുപക്ഷെ ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ശിവരഞ്ജിനി രാഗം വളരെയധികം ആസ്വാദ്യകരമാണ്. നമുക്ക് ഹിന്ദി സിനിമ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പാട്ടുകൾ ഒരു കാലത്ത് ശിവരഞ്ജിനി രാഗം ബേസിച്ചാണ് ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള സരിഗപദ സാധപകരി എന്ന് 5 സ്വരങ്ങൾ ആരോഹണത്തിലും 5 സ്വരങ്ങൾ അവരോഹണത്തിനുള്ള ഒരു ഔഡവ രാഗമാണ് ശിവരഞ്ജിനി എന്ന ആ മനോഹരമായിട്ടുള്ള രാഗം. ആ രാഗത്തിൽ കനകദാസരുടെ ഒരു പദം, ദാസര പദങ്ങൾ ഒന്നാണ് ഈ കനകദാസർ, പുരന്ദരദാസർ പോലുള്ള ദാസരന്മാരുടെ വൈഷ്ണവ ഭക്തന്മാരുടെ സംഗീത രചനകളെല്ലാം അറിയപ്പെടുന്നത്. ആഗമ സിദ്ധാന്ത മൂലദ ജപവേദോ, ആഗമ സിദ്ധാന്ത മൂലദ ജപവേദോ, രോഗದ ಮೂಲವ ಕೆಡಿವ ಔಷಧವಿದೋ.